വിവരാവകാശം വഴി ഇന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. റിട്ടയർ ആയിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി 3,50,00,000 രൂപയ്ക്ക് ജോലി ചെയ്ത കഥയാണ്. പെൻഷൻ വേറെയുണ്ട്, അത് വേറെ കഥ. 5 വർഷത്തേക്കാണ് ഇത്തരം തുക കണക്കാക്കിയാൽ 6 ലക്ഷം രൂപ വെച്ച് ശമ്പളം വാങ്ങിയിരിക്കുന്നു പ്രതിമാസം. ഇനി 10 വർഷത്തെ കണക്കെടുത്താൽ 3 ലക്ഷം രൂപ ശമ്പളം എടുത്തിരിക്കുന്നു. 10 വർഷം ആയിട്ടില്ല. 10 വർഷം ചീഫ് സെക്രട്ടറി റിട്ടയറിന് ശേഷം 10 വർഷമില്ലായിരുന്നു കിഫ്ബി പോസ്റ്റിലേക്ക്. എന്തൊരു കൊള്ളയാണ് നടന്നത്! ഇൻ്റർനാഷണൽ കൊള്ള, അന്താരാഷ്ട്ര കൊള്ള. മുഴുവൻ ശമ്പളവും തിരിച്ചു പിടിക്കണം, വേറൊരു ന്യായവുമില്ല അതിനകത്ത്. മിനിമം ശമ്പളം കൊടുത്തിട്ട് ബാക്കി തുക ഗവൺമെൻറ് തിരിച്ചു പിടിക്കണം. അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രി കാണിക്കണം. 3.5 കോടി രൂപ ഒരാളിന് ശമ്പള ഇനത്തിൽ റിട്ടയർ ആയതിനു ശേഷം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പോയിരിക്കുകയാണ്. പിന്നെ മറ്റ് സൗകര്യങ്ങൾ, വാഹന സൗകര്യം, ഓഫീസ് സൗകര്യം, പിന്നെ CA, സ്റ്റാഫ്, മറ്റെല്ലാ സൗകര്യങ്ങളും കൂടി എത്ര കോടി രൂപയാണ് ലോൺ എടുത്ത് സർക്കാർ ചിലവ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനൊരു പ്രത്യുപകാരമായിട്ടാണോ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ 20 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് പരസ്യ ഇനത്തിൽ യാതൊരു ഉളുപ്പുമില്ലാതെ, ഒരു കണക്ക് പോലുമില്ലാതെ കൊടുത്തത് എന്നതും കൃത്യമായി ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാലാകാലങ്ങളിൽ സർക്കാർ സംവിധാനത്തിൽ വന്നിരുന്ന അങ്ങ് ഉരുട്ടി അടിച്ച് പോയിട്ട് ഈ ഗവൺമെൻറ് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ രാജിവെച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ രാജിവെച്ച് വേറെ ഏതോ ബാങ്കിൻ്റെ എന്തോ CEO ആയിട്ടോ MD ആയിട്ടോ CMD ആയിട്ടൊക്കെ പോയി. ചീഫ് സെക്രട്ടറിയാണ്, റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയാണ്, ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് വേറെ പോസ്റ്റുകൾ കിട്ടാനൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഹീസ് ആൻ എഫിഷ്യൻ്റ് ഓഫീസർ. പക്ഷേ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസർ എഫിഷ്യൻസി ഉള്ള ശമ്പളം വാങ്ങിയത് വലിയ കൊള്ള തുകയാണ് വാങ്ങിയിരിക്കുന്നത്. ആശാ വർക്കേഴ്സിന് 1000 രൂപ കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ പണമില്ല. അംഗനവാടിക്കാർക്ക് ക്ഷേമനിധി പെൻഷനിൽ കൊടുക്കാൻ പണമില്ല. അതുകൊണ്ട് അവർക്ക് 6 മാസമായി ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം കൊടുക്കാൻ പണമില്ല, ക്ഷേമനിധിയുടെ പൈസയില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് പൈസയില്ല, അവർക്ക് ശമ്പളം പൈസയില്ല, പെൻഷൻ കൊടുക്കുന്നില്ല മാസങ്ങളായി. ആയമാർക്കും അംഗനവാടികൾക്കും ആശാ വർക്കേഴ്സും 1000 രൂപ കൂട്ടിക്കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ പണമില്ല എന്നാണ് കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞ ന്യായം. ഖജനാവിൽ പൈസയില്ല. ആ പറഞ്ഞ അതേ ഗവൺമെൻറ്റാണ് 3.5 കോടി രൂപ ഈ പറഞ്ഞ പോലെ 3,40,00,000 പരം രൂപ ശമ്പള ഇനത്തിൽ കൊടുത്തതായും അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. എന്തൊരു പരിതാപകരം! 60 വയസ്സ് വരെ സർക്കാരിൽ ജോലി ചെയ്ത് നല്ല പെൻഷൻ, ചീഫ് സെക്രട്ടറി റാങ്കിൽ റിട്ടയർ ചെയ്യുന്ന ആളിന് അത്യാവശ്യം നല്ല പെൻഷൻ കിട്ടും. നല്ല പെൻഷനും വാങ്ങിയതിന് ശേഷം ഈ തുക കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം അദ്ദേഹം തന്നെ നിർണ്ണയിച്ചു എന്നാണ് പറയുന്നത്. ഒരാളുടെ ശമ്പളം തൻ്റെ ഹയർ ഓഫീസറാണ് തീരുമാനിക്കുന്നത്, സ്വന്തമായി അങ്ങ് തീരുമാനിച്ചു. അവസാന നാളുകളിൽ ക്യാബിനറ്റ് റാങ്കും വാങ്ങി. എങ്ങനെയാണ് കിഫ്ബി എന്ന് പറയുന്ന ഒരു ആട്ടോണോമസ് സംവിധാനം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി സംവിധാനത്തിൽ ഒരു രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിൻ്റെ CEO ആയിരിക്കുന്ന ആളിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു? ഇതെല്ലാം പ്രത്യുപകാര കാര്യങ്ങളായിട്ട് കൊടുത്തു. CMൻ്റെ ഓഫീസിൽ സ്പെഷ്യൽ ഓഫീസർ എന്നുള്ള കൺസെപ്റ്റിൽ അവിടെ ജോലി കൊടുത്തു. ഇതിന് പ്രത്യുപകാരമായി CMന് ആവശ്യമായ അന്നത്തെ CM പിണറായി വിജയൻ ആവശ്യമായ പരസ്യത്തിനുള്ള തുക, മറ്റാവശ്യങ്ങൾക്കൊക്കെ തുക കൊടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പോലുള്ള സംവിധാനങ്ങൾക്ക് വർക്കുകളെല്ലാം എടുത്തു കൊടുത്ത് അങ്ങനെയും മുഖ്യമന്ത്രിയെ പ്രീണിപ്പിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം, ആനന്ദം. പാവപ്പെട്ട വനിതകൾക്ക്, അമ്മമാർക്ക്, ടീച്ചർമാർക്ക്, വർക്കർമാർക്ക്, ഹെൽപ്പർമാർക്ക്, ആശാ വർക്കർമാർക്ക് ഒന്നും കൊടുക്കാൻ ഒരു നയ പൈസ ഇല്ലാതിരുന്ന ഗവൺമെൻറ്, പിച്ചക്കാശ് എടുത്തിരുന്ന ഗവൺമെൻറ്
ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ പൈസ ഇല്ലാത്ത ഗവൺമെൻറ്, DA കൊടുക്കാൻ DR കൊടുക്കാൻ ഗതിയില്ലാത്ത ഗവൺമെൻറ്. ഇത്രയും കോടി രൂപ ഡോക്ടർ കെ എം എബ്രഹാം എന്ന് പറഞ്ഞ ഒരാളിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തുക തിരിച്ചു പിടിക്കേണ്ടതാണ്. നിർബന്ധമായി ഒരു മിനിമം തുക കഴിഞ്ഞ് ബാക്കി തുക തിരിച്ചടയ്ക്കാൻ സർക്കാർ ഉത്തരവിടേണ്ടതാണ്. അങ്ങനെ ഇടുമോ എന്ന് നമുക്കറിയില്ല. കാരണം കൊള്ളക്കാരനായാലും കള്ളനായാലും ആരായാലും കൊണ്ടുപോയവർ കൊണ്ടുപോയി അവരുടെ ബന്ധങ്ങളും സുഹൃത്ത് വലയങ്ങളും ഒക്കെ തന്നെയാണല്ലോ. ഒക്കെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അല്ലെങ്കിൽ ബന്ധവലയങ്ങളും പല രൂപത്തിലുള്ള സ്വാധീനമൊക്കെ പെടുത്തി കൊണ്ടുപോയത് കൊണ്ടുപോയി, അല്ലെങ്കിൽ കോടതിയിലെങ്കിലും പോയി വാങ്ങും. എന്തൊരു ഗതികേടാണ് നമ്മുടെ സംവിധാനം. പക്ഷേ ആരോട് പറയാൻ, ആരോട് ചോദിക്കാൻ, ആരാരോട് എന്ത് പറയും, ആരാരോട് എന്ത് ചോദിക്കും എന്നുള്ളതാണ്. ഇന്നാണ് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കെ എം എബ്രഹാമിൻ്റെ ശമ്പളത്തെ സംബന്ധിക്കുന്ന അതീവ ഗുരുതരമായ നിഗൂഢമായ വാർത്ത ഇന്ന് പുറം ലോകം അറിഞ്ഞിട്ടുണ്ട്. വിവരാവകാശം വഴി എടുത്തതാണ് പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. എത്ര കോടിയാണ് സർക്കാരിൻ്റെ പൈസ ദൂർത്തടിച്ചതെന്ന് ശമ്പള ഇനത്തിൽ. ഇതുപോലെ 400ഓളം പേർക്ക് അവർ ജോലി കൊടുത്തു. അതിനകത്തുമുണ്ട് വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ. ഇതെല്ലാം പുതിയ ഗവൺമെൻറ് അന്വേഷിക്കുമോ? ഇപ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ചാൽ PSCയുടെ 10 വർഷത്തെ അന്വേഷിക്കണം, ഇതന്വേഷിക്കണം. ചുരുക്കത്തിൽ SC/STയുടെ 1700 കോടിയുടെ അന്വേഷിക്കണം. ചുരുക്കത്തിൽ ഈ ഗവൺമെൻറ്റിന് വേറൊന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ വിവരങ്ങൾ അന്വേഷിച്ച് തന്നെ സമയം അത്രയും ഇല്ലാതാകുമോ? അതുകൊണ്ട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് ഇതെല്ലാം അന്വേഷിക്കുവാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.